വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു മുനമ്പം ജനതയുടെ ആഹ്ലാദ പ്രകടനം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സമരപ്പന്തൽ ഇന്ന് രാവിലെ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, മുനമ്പത്തെ മാത്രമല്ല ഭാരതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ എല്ലാവരുടെയും പ്രതീക്ഷയാണ് യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും മുനമ്പത്തുകാരുടെ ആ ഒരു പ്രതിഷേധവും അവരുടെ സങ്കടവും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. എന്താണ് അവരുടെ പ്രതികരണം ഇപ്പോൾ? വിഷ്ണു, വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭ കൂടി കടന്നതോടെ വലിയ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾ. അവർ കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ, അവരുടെ റവന്യൂ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ദുരിതങ്ങൾ അനുഭവിച്ചു വരികയാണ്. മാത്രവുമല്ല, ഇവരുടെ ഒരു വലിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സമര പരിപാടികളിലേക്ക് കടന്നിട്ട് തന്നെ ആ സമരം തന്നെ 174 ദിവസത്തിലാണ് അധികം കിടക്കുന്നത്. ഏതായാലും ഈ സമരസമിതിയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസഫ് ബെന്നിച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ രാജ്യസഭയും കടന്നു, നിങ്ങളുടെ ആഗ്രഹം അത് സഫലീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങളെന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം, അതായത് 89, 90, 91 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ഭൂമി. അതിനു മുമ്പ് വരെയും ഫറൂഖ് കോളേജുമായിട്ട് പല രീതിയിലുള്ള കേസുകളായിരുന്നു. അന്നുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മുതലുകൾ സ്വന്തമായി കിട്ടുന്ന ആ ആധാരം കിട്ടിയ ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം ഓരോ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷം തന്നെയാണ് ഇന്ന് പാർലമെൻറ്റിൽ ഈ നിയമം ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്, ലോക്സഭയിലും രാജ്യസഭയിലും. ഇപ്പോൾ ഞങ്ങൾക്ക് അതേ സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടെടുത്ത് കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങളുടെ ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോൾ ഒരു 4 വർഷമാകാൻ പോവുകയാണ്. ഈ റവന്യൂ തടങ്കലിൽ ഞങ്ങളെ ആക്കിയിട്ട് അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കാൻ പോവുകയാണ്. വിഷ്ണു, ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരസമിതിയുടെ നേതാവായിട്ടുള്ള ബെന്നിച്ചേട്ടനടക്കം ആളുകൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവർ കഴിഞ്ഞ ഏതാനും കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 4 വർഷത്തോളമായി അവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർ സമരമുഖത്താണ്. പലതവണ സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. എന്നാൽ ഇതുവരെ ഇതിനൊരു പരിഹാരമുണ്ടായില്ല. അവർ ആ സമയത്ത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമെങ്കിൽ അത് ഈ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ അവർ നേരത്തെ JPC അടക്കം വന്ന സമയത്ത് JPCക്ക് മുന്നിലടക്കം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നലെ ഈ രാജ്യസഭ കൂടി വളരെ വൈകി രാജ്യസഭയിൽ കൂടി ഈ ബില്ല് പാസ്സാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതീക്ഷയിൽ വലിയൊരു ആഹ്ലാദം തന്നെയായിരുന്നു മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ശരി, എന്തു തന്നെയായാലും വളരെ വലിയൊരു സന്തോഷം തന്നെയാണ് മുനമ്പത്തെ ജനത പങ്കുവയ്ക്കുന്നത്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി മുനമ്പം സമരപ്പന്തൽ ഇന്ന് സന്ദർശിക്കും. മറ്റ് പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറിൽ നമുക്ക് കാണാം. കിരൺ കുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.